ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദേവു ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് മാർക്കോട് കൂടെ പാസ്സായതോടുകൂടെ തന്നെ സച്ചിക്കും രേവതിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. സച്ചി ഈ വിവരം വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അതിന് ഒട്ടും തന്നെ വില കൊടുക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, ഇതിപ്പോൾ ഒരു ഡിഗ്രി കിട്ടിയതെന്തിനാ ഇത്ര വലിയ ബിൽഡപ്പൊക്കെ? ഇവിടെ 7 ഡിഗ്രിയുള്ള ആർക്കെങ്കിലും എന്നെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിന് ശ്രുതി ദേവുവിനെ തരം താഴ്ത്തി സംസാരിച്ചു. അന്നേരം സച്ചി നല്ല മറുപടി തന്നെ കണക്കിന് കൊടുക്കുന്നുണ്ട്. എടാ, നിനക്ക് എല്ലാ സൗകര്യങ്ങളും അച്ഛൻ ചെയ്തു തന്നിരുന്നു. നീ എന്ത് ചോദിച്ചാലും അപ്പം തന്നെ നിന്റെ കയ്യിലങ്ങ് ഇട്ടു തരും. പക്ഷേ ദേവു അങ്ങനെയൊന്നുമല്ലടാ. തീരെ ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നും കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ വിജയമാണിത്. അതിൽ സന്തോഷിക്കല്ലാതെ പിന്നെ എന്ത് ചെയ്യണം? അവൾക്കൊരു പെൻസിൽ വാങ്ങിക്കാൻ പോലും 3 ദിവസം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ രേവതിയുടെയും ഒക്കെ ചോര നീരാക്കിയ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് സച്ചി സുധിയെ നന്നായിട്ടങ്ങ് ചീത്ത പറയും. അല്ലെങ്കിലും ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കാരണം നിനക്ക് പഠിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ. പഠിപ്പിക്കുന്നവരുടെ കഷ്ടപ്പാട് നിനക്കറിയില്ലല്ലോ എന്ന് സച്ചി ആഞ്ഞടിച്ചു. ശ്രുതി വന്നിട്ടും അവിടെ ശ്രുതിയെ തിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്തിനാ ശ്രുതി ഇങ്ങനെ എല്ലാത്തിനെയും പുച്ഛിക്കുന്നത്? ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുക എന്നത് വലിയ കാര്യം തന്നെയല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടോ, പാർലർ വരെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവന് മാത്രം മനസ്സിലാവുന്നില്ലെന്ന് പറയും. രേവതിയോട് ദേവുവിനെ ഇനിയും എത്ര വേണമെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി പറയാണ് സച്ചി. എനിക്കോ കാര്യമായിട്ട് പഠിക്കാനൊന്നും പറ്റിയില്ല, അതിന് ചില കാരണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യത്തോടെ നോക്കുമ്പോൾ രവീന്ദ്രൻ്റെയും ചന്ദ്രമതിയുടെയും മുഖം ഉടനെ തന്നെ അങ്ങ് മാറും. ഉടനെ തന്നെ സച്ചി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അമ്മയും കൂടി സഹായിച്ച കഷ്ടപ്പാടിനിടയിലാണ് ദേവു ഈ വിജയം നേടിയതെന്നും നമുക്കിത് ആഘോഷമാക്കണമെന്നൊക്കെ വർഷയും ശ്രീകാന്തും പറയും. ദേവിനെ വിളിച്ച് ഞങ്ങൾ കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞോളാമെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ രേവതി ചേച്ചി നന്നായി പഠിക്കുമായിരുന്നു എന്ന് അങ്കിൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ എന്ന് വർഷ ഓർക്കുന്നു. അതെ, രേവതി മിടുക്കിയായിരുന്നു. അവൾ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷേ അവൾ പഠിത്തം നിർത്തി. അവളുടെ ത്യാഗമാണ് ദേവുവിൻ്റെ ഈ ഒരു വിജയമെന്ന് പറയാണ് രവീന്ദ്രൻ. അന്നേരം വർഷ ശ്രീകാന്തിനോട് അവൻ്റെ സ്റ്റൈലിൽ ഒരു സ്പെഷ്യൽ ബിരിയാണി തന്നെ വെക്കാൻ പറയുന്നു. എന്തിനാടാ ഇവിടെ ബിരിയാണി വെക്കുന്നത്? അവർ അവിടെ ആഘോഷിക്കട്ടെ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ, ദേവ് നമ്മുടെയും കൂടി ഫാമിലിയല്ലേ ആൻറ്റി, അവളുടെ വിജയം നമ്മുടെയും കൂടി വിജയമാണെന്ന് വർഷ മറുപടി കൊടുത്തു. ഫസ്റ്റ് ക്ലാസ് കിട്ടിയതിൽ ആൻറ്റിക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നില്ല. ആൻറ്റി പഠിച്ച് അത് വാങ്ങിയിരുന്നെങ്കിൽ ഇതിൻ്റെ സന്തോഷം ആൻറ്റിക്ക് മനസ്സിലാവുമെന്ന് വർഷ പറയുമ്പോൾ ചന്ദ്രമതിയുടെ മുഖം പെട്ടെന്ന് തന്നെ അങ്ങ് മാറുന്നുണ്ട്. സച്ചി വീണ്ടും ശ്രുതിയെ കളിയാക്കുന്നു. ഇവൻ ഈ ഓടിപ്പോകുന്നവൻ ഭയങ്കര ബുദ്ധിശാലിയാണെന്ന അമ്മയുടെ വിചാരം. പക്ഷേ ഇവൻ വലിയൊരു മണ്ടനായി പോയി എന്ന് സച്ചി പറയുമ്പോൾ ശ്രുതി അവനെ തടയുന്നു. സച്ചി, ദേവു ജയിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമൊക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ശ്രുതിയെ നീ ഇങ്ങനെ തരം താഴ്ത്തല്ലേ എന്ന് പറയാണ് ശ്രുതി. അന്നേരം ആ കാര്യം നീ ഇവനോടും കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ സച്ചി ആ ഒരു സംഭാഷണം നിർത്തുന്നത്. രേവതി ചേച്ചി ഇന്ന് റെസ്റ്റ് എടുത്തോ. കുക്കിംഗ് ഒക്കെ ഇന്ന് എൻ്റെ വകയാണെന്ന് ശ്രീകാന്ത് പറയും. ദേവുവിന് ഒരു വാച്ച് സമ്മാനമായി കൊടുക്കാമെന്ന് വർഷ ചോദിക്കുമ്പോൾ, വാച്ചോ? അവൾ ഇനി കളക്ടർ ആവാൻ പോവാണോ എന്ന് ചന്ദ്രമതി വീണ്ടും പുച്ഛത്തോടെ ചോദിച്ചു. എന്താ, കളക്ടർ ആയാൽ മാത്രമേ വാച്ച് കെട്ടാൻ പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും നിയമമുണ്ടോ എന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയെ നോക്കി ശകാരിക്കുന്നു. അപ്പോഴാണ് ദേവുവിൻ്റെ അമ്മ രേവതിയെ വിളിക്കുന്നത്. മോൾ പാസ്സായി, ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ്. സച്ചിയും കൂട്ടിയിട്ട് നീയും കൂടി വരാമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി സച്ചിയോട് സമ്മതം ചോദിക്കും. നമുക്ക് പോയിട്ട് വരാമെന്ന് സച്ചിയും സമ്മതിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പൂക്കടയെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ദേവുവിനെ ആൾക്കാരെല്ലാം അഭിനന്ദിക്കുന്നതാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവളെ എങ്ങനെ പഠിപ്പിക്കുമെന്നൊക്കെ ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുമായിരുന്നു. നീ നിന്റെ മക്കളെ നന്നായിട്ട് വളർത്തി എന്നൊക്കെ അമ്മയെ പ്രശംസിക്കുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. ദേവുവിനെയും പറയണം, അവൾ അമ്മയെ സഹായിക്കുന്നതിനൊപ്പം പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വാങ്ങിയതല്ലേ എന്ന് കൂടെയുള്ളവർ പറഞ്ഞു. അപ്പോഴാണ് ദേവുവിൻ്റെ കൂട്ടുകാരികൾ കറുത്ത കോട്ടും തൊപ്പിയുമായി അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് ഗ്രാജുവേഷൻ സെറിമണിക്ക് ഇടാനുള്ളതല്ലേ എന്ന് ശരത്ത് ചോദിക്കുമ്പോൾ, നിന്നെ ഈ വേഷത്തിൽ കാണാൻ ഞങ്ങൾക്ക് വാടകയ്ക്കെടുത്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവർ അത് ദേവുവിനെ കൊണ്ട് ധരിപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുത്തു. ഈ വിജയം കാണാൻ അച്ഛനില്ലല്ലോ എന്ന് അമ്മ സങ്കടപ്പെടുമ്പോൾ, അച്ഛൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ദേവു അമ്മയെ സമാധാനിപ്പിക്കും. സച്ചിയും രേവതിയും അന്നേരം അമ്പലത്തിലേക്ക് എത്തി ദേവുവിനെ അഭിനന്ദിക്കുന്നു. ഞങ്ങൾക്കോ പഠിക്കാൻ പറ്റിയില്ല, പക്ഷേ നീ പഠിച്ച് ഇത്രയും വലിയ വിജയം നേടിയല്ലോ എന്ന് പറഞ്ഞ് സച്ചി മധുരം നൽകി. ഈ കോട്ടിൽ നിന്നെ കാണാൻ നല്ല ചേർച്ചയുണ്ടെന്ന് സച്ചി പറയുമ്പോൾ, ഇത് വക്കീൽ കോട്ടാണെന്നും ദേവ് തിരുത്തുന്നു. എന്നാൽ തങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊന്നും ഇടാനുള്ള ഭാഗ്യമുണ്ടായില്ലല്ലോ എന്ന് സച്ചി ഓർക്കുന്നു. ചേച്ചി കാരണമാണ് എനിക്കിത് സാധിച്ചതെന്ന് ദേവു പറയുമ്പോൾ, രേവതി തനിക്ക് ഫസ്റ്റ് ക്ലാസ് റാങ്കൊക്കെ കിട്ടുമായിരുന്നോ എന്ന് സച്ചി അത്ഭുതപ്പെട്ടു. അച്ഛൻ്റെ മരണശേഷം ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചേച്ചി പഠിത്തം നിർത്തി പൂ കെട്ടാൻ പോയി തുടങ്ങിയതാണ് എന്നൊക്കെ ദേവു കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറയുന്നു.
നീ കാരണം ദേവും കരയുകയാണെന്ന് പറഞ്ഞ് സച്ചി അവരെ ആശ്വസിപ്പിച്ചു. സച്ചി പറയുന്നുണ്ട്, ദേവു, നീ കുടുംബത്തിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കി പഠിച്ചു. ചില പിള്ളേർ ഈ പ്രായത്തിൽ കറങ്ങി നടക്കുമ്പോൾ നീ മാതൃകയായി. ഇനിയും നിനക്ക് എത്ര വേണമെങ്കിലും പഠിച്ചോ, ഞങ്ങൾ നോക്കിക്കോളാമെന്നൊക്കെ സച്ചി പറയുമ്പോൾ, ഇല്ല സച്ചിയേട്ടാ, ഇനി ഞാൻ ജോലിക്ക് പോയി അമ്മയെ നോക്കാൻ പോവുകയാണെന്ന് ദേവു ഉറപ്പിച്ചു പറഞ്ഞു. സച്ചി ഞങ്ങളുടെ മകനെ പോലെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് അമ്മ നന്ദിയോടെ പറഞ്ഞു. മക്കൾ നന്നായി ജീവിക്കുന്നത് അച്ഛനമ്മമാരുടെ പുണ്യമാണെന്ന് സച്ചി മറുപടി നൽകി. രേവതി താൻ അണിഞ്ഞിരിക്കുന്ന ആ കോട്ട് ഊരിക്കൊണ്ട് രേവതിയെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ അത് അണിയിച്ചു കൊടുക്കുന്നു. ചേച്ചി കാരണമാണ് ഞാൻ ജയിച്ചത്, അതുകൊണ്ട് ചേച്ചി ഇത് ഇടണമെന്നൊക്കെ പറഞ്ഞ് അവൾ ആ ഫോട്ടോ എടുത്തു. രേവതി, ഈ വേഷത്തിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് സച്ചി പറഞ്ഞു. ശരത്തിനോട് ദേവുവിനെ പോലെ നീയും ജയിക്കണമെന്ന് രേവതി പറയുമ്പോൾ, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമുള്ളവരാണ് ജയിക്കുക, മറ്റുള്ളവർ കറങ്ങി നടക്കുമെന്നൊക്കെ സച്ചി ശരത്തിനെ കളിയാക്കിക്കൊണ്ട് പറയാണ്. ഇത് ശരത്തിനെ ചൊടിപ്പിക്കുന്നുണ്ട് എങ്കിലും അമ്മ അവനെ ശാന്തനാക്കി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് കാണിക്കുന്നത് ശ്രുതി അങ്ങനെ ഷോപ്പിൽ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പണം കുറവുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നു. ഹൈ ക്ലാസ് ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുന്നത് കൊണ്ടാണ് പണം തീരുന്നത് എന്ന് ശ്രുതി പറയുമ്പോൾ ശ്രുതി അവനെ വഴക്ക് പറഞ്ഞു. അപ്പോഴാണ് ബാങ്കിൽ നിന്നും ഒരാൾ 10 ലക്ഷം പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ശ്രുതിക്ക് നൽകുന്നത്. ശ്രുതിക്ക് അത് കണ്ട് വലിയ സന്തോഷമായി എങ്കിലും അനാവശ്യ ചെലവാകുമോ എന്ന് ശ്രുതി ഭയപ്പെട്ടു. പക്ഷേ ശ്രുതി അവളെ നിർബന്ധിച്ച് ഡോക്യുമെന്റിൽ ഒപ്പിടിപ്പിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോൾ നമുക്ക് ഗോവയിലൊക്കെ കറങ്ങാൻ പോവാമെന്നും ശ്രുതി പ്ലാൻ ചെയ്യുന്നു. ഒടുവിൽ ശ്രുതി മീരയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയി. ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രുതി എന്നെ വിട്ടുപോകില്ല. എൻ്റെ പഴയ കാര്യങ്ങൾ എല്ലാവരും അറിയുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഗർഭിണിയാവണമെന്ന് ശ്രുതി മീരയോട് രഹസ്യമായി തന്നെ പറഞ്ഞു. അന്നേരം നീ ഓൾറെഡി ഒരു കുട്ടിയുടെ അമ്മയല്ലേ എന്ന് മീര പതുക്കെ ചോദിച്ചു. അപ്പോഴാണ് രേവതിയും ദേവും അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരുന്നത്. ശ്രുതിയും മീരയും സംസാരിച്ചു കൊണ്ടിരിക്കെ രേവതിയും ദേവും അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ നടന്നു വരുന്നത് ഒരു വലിയ വഴിത്തിരിവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹോസ്പിറ്റൽ വരാന്തയുടെ നടക്കുമ്പോൾ പെട്ടെന്ന് രേവതിയുടെ കണ്ണുകൾ ശ്രുതിയിൽ ഉടക്കുന്നു. മീരയോട് അതീവ രഹസ്യമായി എന്തോ പറയുന്ന ശ്രുതിയെ കണ്ടതും രേവതി എന്തോ പന്തികേട് തോന്നി. ശ്രുതിയുടെ സംസാരത്തിൽ നിന്നും പഴയ കാര്യങ്ങൾ ആരും അറിയരുത് എന്ന വാചകം രേവതിയുടെ കാതുകളിൽ പതിക്കുന്നു. എന്നാൽ തൻ്റെ കൂടെയുള്ള ദേവു ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ രേവതി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ശ്രുതി താൻ ഗർഭിണിയാണെന്ന വ്യാജവാർത്ത സൃഷ്ടിക്കാനാണോ അതോ ശരിക്കും ചികിത്സ തേടാനാണോ വന്നത് എന്ന സംശയം രേവതിയുടെ മനസ്സിൽ ബലപ്പെട്ടു. മറുഭാഗത്ത് ശ്രുതി തൻ്റെ കയ്യിൽ കിട്ടിയ 10 ലക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആഡംബര ജീവിതം തുടങ്ങുകയാണ്. ശ്രുതിയുടെ വിലക്കുകൾ അവഗണിച്ചുകൊണ്ട് അവൻ വലിയൊരു ബിസിനസ് പാർട്ടി പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഒരു വലിയ സാമ്പത്തിക കെണിയാണെന്ന് ശ്രുതി അറിഞ്ഞിരുന്നില്ല. ബാങ്ക് ഉദ്യോഗസ്ഥൻ ചമന്നു വന്ന ആള് യഥാർത്ഥത്തിൽ നീലിമയുടെ ആൾക്കാരാണ് എന്ന സത്യം പതിയെ തന്നെ പുറത്തു വരുന്നുണ്ട്. ശ്രുതിയെ കടക്കെണിയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ കുടുംബത്തിന് സമാധാനം തകർക്കുക എന്ന് മാത്രമായിരുന്നു അവരുടെയൊക്കെ ലക്ഷ്യം. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യങ്ങൾ രേവതി സച്ചിയോട് പറയാൻ തീരുമാനിച്ചു. സച്ചി ആദ്യം അത് വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട് എങ്കിലും ശ്രുതിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ അവനെ ചിന്തിപ്പിച്ചു. രേവതി തൻ്റെ പഴയ കൂട്ടുകാരികളുടെ സഹായത്തോടു കൂടി ശ്രുതിയുടെ യഥാർത്ഥ ഭൂതകാലം ചെയ്യാൻ തുടങ്ങി. ശ്രുതിക്ക് ഇതിനോടകം തന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന സത്യം രേവതിക്ക് ലഭിക്കുന്ന ഒരു പഴയ ഫോട്ടോയിലൂടെയാണ് വെളിപ്പെടുന്നത്. അങ്ങനെ ദേവു ഫസ്റ്റ് ക്ലാസ് മാർക്കോടുകൂടെ തന്നെ പാസ്സായ സമയത്തിന് ചന്ദ്രമതി നിനക്കാരാടി ജോലി തരാനേ എന്നൊക്കെ പറഞ്ഞ് അവളെ ഒരുപാടധികം കളിയാക്കുന്ന സമയത്തായിരിക്കട്ടോ ശ്രീകാന്ത് അവൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. വലിയൊരു കമ്പനിയിൽ നല്ല സാലറിയോടുള്ള ഒരു ജോലി തന്നെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ശ്രീകാന്ത്. ദേവുവിന് കിട്ടിയ പുതിയ ജോലിയിൽ ചേരുന്ന ദിവസം വീട്ടിൽ ഒരു ചെറിയ വിരുന്ന് നടക്കുന്നു. ആ വിരുന്നിൻ്റെ സച്ചി എല്ലാവർക്കും മുന്നിൽ വെച്ച് ശ്രുതിയുടെ ആഡംബര ചിലവുകളെ ചോദ്യം ചെയ്തു. വാക്കേറ്റം മുറുകുന്നതിൽ തന്നെ ശ്രുതി താൻ ഗർഭിണിയാണെന്ന വിശേഷം എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ കുടുംബം എല്ലാവരും സന്തോഷിക്കുമ്പോൾ രേവതി മാത്രം ആ സത്യം വിളിച്ചു പറയാൻ ധൈര്യം സംഭരിക്കുന്നു. ശ്രുതി നീ ഈ കുടുംബത്തെ പറ്റിക്കുകയാണ് എന്ന് രേവതി പറയുമ്പോൾ ചന്ദ്രമതിയും ശ്രുതിയും അവളെ രേവതിക്കെതിരെ തിരിഞ്ഞു. എന്നാൽ രേവതി തൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം പുറത്തെടുക്കുന്നതോടുകൂടി തന്നെ ശ്രുതിയുടെ മുഖം വിളറുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ രേവതി ശ്രുതിനെ വലിച്ചു കീറുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.